സംഭവം നല്ല അഡ്വാൻസ് ആണ്. 1 സെക്കൻഡ് മതി അതിന്റെ സംഭവത്തിന്റെ കറക്റ്റ് ഫോട്ടോ കിട്ടാൻ. ഉറങ്ങിയായിരുന്നോ? അപ്പർ ജോ ആയിട്ടുള്ളൂ, ഇനി ലോവർ ജോ കൂടെ ഉണ്ട്. എൻ്റെ പല്ല് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ വന്ന ഞാൻ അമ്മയുടെ അതേ കാലൊടിഞ്ഞെന്ന് തോന്നുന്നു. നേരത്തെ പ്ലാസ്റ്റർ മാത്രമായിരുന്നല്ലേ. വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ നമ്മൾ എറണാകുളത്തോട്ട് പോകാൻ പോകുക. ഇന്നലെ ഞാൻ പറഞ്ഞ പല്ലിന്റെ കാര്യത്തിന് ജെയിംബിയുടെ പല്ല് അവൻ തന്നെ അത് കമ്പി ഇട്ടതാ, എന്റെയും പല്ല് കമ്പി ഇട്ടതാ. അവന്റെ പല്ല് കമ്പി ഇട്ട് അവൻ തന്നെ കുളവാക്കി. പിന്നെ അവസാനം ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ തിരിച്ച് പോകാനും വരാനൊക്കെ വെനക്കേടായി. കുറച്ച് നാൾ പോയി വന്ന് നിന്നതാ. പക്ഷെ ഒടുക്കാതെ ചിലവാണ് വെച്ചാൽ അവിടെ പോയി വരുന്നത്, പിന്നെ ഡെന്റിസ്റ്റ് ചോദിക്കരുത്. ഇപ്പൊ എന്തായാലും നമുക്ക് എറണാകുളത്ത് കൊണ്ട് ഈ ഡോക്ടറിനെ കാണിച്ചു നോക്കാം. അയാളെങ്ങനെ നന്നാക്കില്ലയോ. ജെയിംബി ഓൾറെഡി എഴുന്നേറ്റിരിക്കുമായിരുന്നു. ഞാൻ എഴുന്നേറ്റ് വരാനും ഡ്രസ്സ് ചെയ്യാനും കുറച്ച് സമയം എടുത്തപ്പോൾ പിന്നെയും കിടന്ന് തുടങ്ങി. ഞാൻ എഴുന്നേപ്പിച്ചിട്ട് വരാം. എടാ എലി എന്താ ചെയ്യുന്നത് നീ എൻ്റെ കാലടി? ആയിട്ട് ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ട്? വെള്ള പച്ച ഷൂ. ഈ പച്ച ഷൂക്കകത്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ആ പാട് കണ്ടത് അവിടെ. എവിടെ കൈ എവിടെ? ആ പാട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ജെയിംബി പറ്റിച്ച പാടാ എവിടെ നിന്ന്. എന്തായാലും ഡോക്ടർ നല്ലതാണെങ്കിൽ നമ്മളവിടെ കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ. ജെയിംബിയുടെ കോംപ്ലിക്കേറ്റഡ് കേസാണ്. എൻ്റെ പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എൻ്റെ ചിലപ്പോൾ പൊക്കുന്ന 2 പല്ലെടുത്താൽ തീരുന്ന കാര്യമുള്ളൂ. ഇപ്രാവശ്യം ഞാൻ എൻ്റെ പല്ല് എടുപ്പിക്കുന്നുണ്ടെങ്കിൽ ആദ്യം 3D സ്കാൻ ചെയ്ത് എൻ്റെ പല്ല് എങ്ങനെയാണ് കാണാനെന്ന് അവസാനത്തെ റിസൾട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അല്ലാതെ നല്ല ഹെൽത്തി ആയ 2 പല്ല് ഓൾറെഡി എടുത്തത്. ഇനി 2 പല്ല് എടുക്കുന്ന ഓൾറെഡി 30 ആയി. ഇനി 28 ആവുമല്ലേ. എന്തായാലും അവനെ വിളിക്കട്ടെ. താരാണ് എൻ്റെ കൂടെ ഓടി വരുന്നു. പോടാ എഴുന്നേക്കടാ. ഷോപ്പട്ടി കിടക്കുമായിരുന്നു. എഴുന്നേറ്റ് വാ. 5:30 തൊട്ട് റെഡി ആയിട്ടിരിക്കും. എടാ നീ പുറത്തൊക്കെ. അപ്പൊ നമുക്ക് ഇറങ്ങാൻ ബോയ്സ്. എടാ ജെയിംബി പെട്ടെന്ന് വാടാ. പെട്ടെന്ന് വാ. ഈച്ചയും കൊതുകും എല്ലാരും ഇപ്പോഴും അകത്തുണ്ടെന്നോ. 5:30 റെഡി ആയിട്ടിരിക്കുവാണ്. 5:30 റെഡി ആയിട്ടിരിക്കുന്ന. പെട്ടെന്ന് വാ. എപ്പോഴും പുറത്തിറങ്ങും. ഗേറ്റ് ആര് തുറക്കും? എത്ര പ്രോ ആയില്ല ഇത്ര നേരമായിട്ട് വണ്ടി ഓടിച്ചിട്ട്. ഒറ്റയ്ക്ക് എടുക്കാൻ രാവിലെ അതിരാവിലെ കാറെടുത്ത് പോകുന്നു. ഒക്കെ എടുക്കുന്ന എന്ത് വലിയ കാറിയോ ഇവനെ കാണുന്ന പോലല്ലേ. ഇവനെന്താ പറയാൻ നിൽക്കുന്നത്? ഒന്നും കാണുന്നില്ലല്ലോ. പെട്ടെന്ന് ആട്ടാ. പല്ല് റെഡിയാക്കണമെന്ന്. കാറ്റടിച്ചോ വെള്ളത്തില്? അല്ല വെള്ളത്തിന് കാറ്റടിക്കാനാ. നീ വല്ല ബുദ്ധിക്ക് വല്ല കാറിന് കാറ്റടിച്ചോ? കാറിന് ആവശ്യത്തിനൊക്കെ ഉണ്ട്. സീറ്റ് ബെൽറ്റ് ഒക്കെ കിട്ടി. സമാധാനമായിട്ട് മരിക്കാനാ. നീ അല്ല ഓടിക്കുന്നത്, ഞാനാ ഓടിക്കുന്നത്. മനസ്സിലായി. അതുകൊണ്ട് പറഞ്ഞു അതേ ചേട്ടാ മീൻ വേണ്ട, നാളെ ഇന്നത്തേക്ക് മീൻ വേണ്ടെന്ന് ഞാൻ ആക്കിയതാ. കുഴപ്പമില്ല. അല്ല ഈ വണ്ടി സ്വന്തമായിട്ട് എടുത്തു വെച്ചാ? കൂട്ടുകാരൻ്റെ വണ്ടിയല്ലേ. അപ്പൊ ഞാൻ വേണ്ടേ തിരിച്ച്? കൂട്ടുകാരന് വേണ്ട, ഞാൻ ഉപയോഗിച്ചോണ്ടിരിക്കുക. അവനെന്തായാലും അവന്റെ വീട്ടിൽ വെറുതെ ഇരിക്കുക വണ്ടി. അപ്പൊ ഞാൻ എടുക്കുക. അവന് 2-3 കാറുണ്ട്. റിച്ച് ഫ്രണ്ട്സ് ആണ്. നീ ഇറക്കിയല്ലടാ. 4 വട്ടം നിന്നില്ല വണ്ടി. 4 വട്ടം നിന്ന്. അതൊരു ലോറി വന്ന് മുമ്പ് നിന്നോണ്ട് അവിടെ ആയിപ്പോയതാ. അല്ല ഒന്നുമില്ല. 1000 രൂപ. 1010 അടിച്ചാലോ? എന്തൊരു ഹാക്ക് ഉണ്ട് അങ്ങനെ അടിക്കുമ്പോൾ. അങ്ങനെ ഇപ്പൊ തൽക്കാലം ഉള്ളത് വെച്ച് അടിച്ചു വിട്. 1000 അടിച്ചവര്. ഡീസലാ കേട്ടാ. ഡീസലാണ് അറിയാം. വേറെ വല്ലതും അടിച്ചു കഴിഞ്ഞിട്ട് അവസാനം വണ്ടി നീങ്ങത്തില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. സമയം എടുക്കും. ഓട്ടോ ചേട്ടാ നമുക്ക് ഇലക്ട്രിക്കൽ മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് KSRTC കണ്ട് എന്താ മുമ്പിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് KSRTC നമുക്ക് ഓട്ടിക്കിട്ട് എന്റെ മുമ്പിൽ വരുന്ന 3 പേരെ നമുക്ക് ലിഫ്റ്റ് കൊടുത്താലോ? 3 എന്തിനാക്കുന്നടാ? 2 പുറകെ കെട്ടിയിട്ട് ഒരാളെ ഡിക്കിലും ആക്കാം. 4 ആക്കി നിന്റെ ഒരു മടിയിലും കെട്ടിട്ട് എടുത്ത് വെക്കുക. അല്ലെ മോൻ ഇറങ്ങി പോയാൽ മതി. ബാക്കി 4 പേരെ ഞാൻ കൊണ്ടുപോകണം. സോഷ്യൽ സർവീസ് നന്മ വരെയാവും. നന്മ എനിക്ക് വേണ്ട. ഉള്ള നന്മൊക്കെ മതി. എറണാകുളം 90 രൂപ 90 ലാഭിക്കാറുണ്ട് നമ്മള്. അതും പ്രീമിയം AC പോകുന്നവർക്ക്. പ്രീമിയം AC വിത്ത് വ്ളോഗിംഗ് എക്സ്പീരിയൻസ്. ഇതിനകത്ത് AC എന്ന് പറയുന്ന കിണ്ടി ഉള്ളതിനകത്ത് വണ്ടിക്കകത്ത്. AC ഇല്ല, മുമ്പിലോട്ട് ഹെഡ്ലൈറ്റും ഇല്ല. കൂട്ടിയാ മതി. ഇത് AC വരും. അത് കൂട്ടി വെച്ചാലും കുറവാ. അതൊക്കെ പറ്റേ കൂടെ പോകുന്നു. തമിഴ്നാട് വണ്ടി പറ്റേ കൂടി പോകുന്നു. ഞാൻ റോഡിന്റെ സൈഡിലടാ. സൈഡിൽ വല്ല കടക്കകത്ത് കയറ്റി വെക്കാന്നെങ്കിൽ ഓടിക്കണ്ട. റോഡ് ഓടിക്കണ്ട. ചേർത്തല വരെ പോയാൽ മതി. കേട്ടില്ല? കേട്ട് മറ്റേ വരെ ഫുൾ കൺസ്ട്രക്ഷൻ ആണ്. പാലം പണിതുകൊണ്ടിരിക്കുക. 2 ദിവസം മുമ്പ് ന്യൂസ് കണ്ടേ ഉള്ളൂ. ഏതൊരു പാലത്തിന്റെ മേളിൽ നിന്ന് എന്തോ കല്ല് വീണ് കാറി വീണത്.
സോ റിസ്ക് എടുക്കാൻ പറ്റില്ല. മോന് ലക്ക് വെച്ച് എന്തായാലും ഉറപ്പായിട്ട് നമ്മുടെ കാറിൽ വീഴും. നമുക്ക് നോക്കാം. അവിടെ കൂടി കറങ്ങിപ്പോയാൽ പിന്നെ അരമണിക്കൂർ എക്സ്ട്രാ എടുക്കും. അവിടെ കൂടി കറങ്ങിപ്പോയാൽ പിന്നെ അരമണിക്കൂർ എക്സ്ട്രാ. കുഴപ്പമില്ല. അത് ആ ന്യൂസിൽ പറഞ്ഞ ഏതോ ഒരു വണ്ടിയുടെ മേളിൽ ഇടിച്ചിട്ട് ബൗൺസ് ആയിട്ടാ കല്ല് വന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു KSRTC ഉണ്ട്. അപ്പോൾ എല്ലാ സിനാരിയും കറക്റ്റായി വരുന്ന സ്ഥിതിക്ക് ചേർത്തല വരുമോ? KSRTC എപ്പോഴും റോഡേ ഉണ്ട്, ആദ്യമായിട്ടല്ല. പറഞ്ഞ കണക്ക് അമ്മയും അച്ഛനൊക്കെ ഇപ്പോൾ ഓൾറെഡി എറണാകുളത്തുണ്ട് കേട്ടോ. അവര് അമൃതയിൽ പോയി ഹോസ്പിറ്റലിനകത്ത്. അമ്മയുടെ മറ്റേ കാലിനില്ല. നമുക്ക് അവര് രാവിലെ ഇറങ്ങിയതാ. രാവിലെ അവർക്ക് 8 മണിക്ക് എങ്ങാണ്ട് എത്തണമായിരുന്നു അമൃതയിൽ. അപ്പൊ പിന്നെ നമുക്ക് 8 മണിക്ക് എത്തേണ്ട ആവശ്യമില്ല, നമുക്ക് 11 മണിക്ക് എത്തിയാൽ മതി. ഞാൻ 5:30 എഴുന്നേറ്റ് എന്തിനാ? നീ എന്തിനാ 5:30 എഴുന്നേറ്റ്? അമ്മ പറഞ്ഞ 5:30 എഴുന്നേറ്റ് റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു. നീ റെഡി ആയിട്ട് ഇരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പൊ നീ വന്നത് ഇങ്ങോട്ട്. അല്ലേ ഇവിടെ കൂടെ പോകുന്ന റിസ്ക് അറിയാവോ? എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല നേരെ. അതാണ് ഏറ്റവും വലിയ റിസ്ക് കേട്ടാ. 4 മണിക്ക് അന്നെങ്കിൽ വണ്ടി എടുത്ത് എനിക്ക് ഇറങ്ങിയിട്ട് ഞാൻ ബസ്സിന് വല്ലതും വന്നോളാം. അവന് ഇവിടുത്തെ പില്ലറെന്ന് വല്ല പൊട്ടി വീണാ ഈ കാർ നശിക്കും. അതാണ് കഴിഞ്ഞോട്ട് കണ്ട ന്യൂസ്. ഞാൻ കണ്ടില്ല. എന്തോ ഒരുത്തരം മിസ്റ്റേക്ക് മതി. മോന്റെ ലക്ക് വെച്ചാണെങ്കിൽ ഈ കാറിന്റെ നടുക്കനായിരിക്കും വരുന്നത്. എന്റെ തലയായിരിക്കും ഏറ്റവും ആദ്യം. എന്റെ ലക്ക് നല്ലതാടാ, എനിക്കൊന്നും ടെൻഷൻ ഇല്ല. ഉറക്കാൻ വരുന്ന ഒരു കാര്യം ചെയ്യും. 231 അല്ലേ, 231 പിള്ളേഴ്സും കൂടെ എണ്ണയാൽ മതി. ഈ പിള്ളേർ തീരുമ്പോൾ എറണാകുളം എത്തിയാൽ പെട്ടെന്ന് ഇറങ്ങി കിട്ടുമല്ലേ? ഇല്ല, ഓരോന്ന് വെച്ച് എണ്ണയാൽ മതി. ഓരോന്ന് വെച്ച് പെട്ടെന്ന് ഇറങ്ങി കിട്ടും. അല്ലെ വേണേൽ 2 ഇടവിട്ടുണ്ട്. അപ്പോൾ ഒരു ചാലഞ്ച് വരും. 228 അടുത്ത ഇത് 266 അങ്ങനെയുണ്ട്. എന്നെ എന്തിനാണ് നോക്കിയാൽ പോലെ 1 ഷിപ്പ് 2 ഷിപ്പ് എന്ന് പറഞ്ഞ എണ്ണയിൽ പറയും. അപ്പോൾ ആരെങ്കിലും എറണാകുളം പോകുന്നുണ്ടെങ്കിൽ ചേർത്തല വരി. ഞങ്ങൾക്ക് പറഞ്ഞുതരാം. 353 പില്ലേഴ്സ് ഉണ്ട്. ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അല്ല, കണക്കല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എപ്പം 353 പില്ലേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന നിങ്ങൾ എറണാകുളം എത്തി. ഡോണ്ട് നീഡ് ഓഫ് ഫോർ ഗൂഗിൾ മാപ്പ് അല്ലേ? അവർക്ക് ഞാൻ നേരെ പോയാലും എറണാകുളം എത്തില്ലായിരിക്കും, എണ്ണിയാലേ എത്തത്തുള്ളൂ. അല്ല, എണ്ണുമ്പോൾ ഒരു രസമുണ്ട്, ചെയ്യാനൊരു ആക്ടിവിറ്റി ഉണ്ട്, സൈഡ് ആക്ടിവിറ്റി. ബോറടിക്കും നല്ല പോലെ. പൊടിയുടെ പൂരം അത് ഓവർടേക്ക് ആയില്ല, കിണ്ടിയായി. മോനറിയാത്ത എന്റെ കുറ്റമല്ല. KSRTC കാരനെ 3 വണ്ടിനെ ഓവർടേക്ക് ചെയ്ത്. KSRTC നോക്കണ്ട, വെറുതെ എവിടെയൊക്കെ ഓടിച്ചു വിട്ടാൽ മതി. അതുപോലെയല്ല ഞാൻ. മോനെ എത്ര പില്ലറായി? 110. സ്ലോ പ്രോഗ്രസ് ആണ്, എന്നാലും കുഴപ്പമില്ല, ഒന്നും നോക്കണ്ട. ആണെങ്കിൽ ഓരോന്ന് വെച്ച് പോവുക. 110 പില്ലറും കൂടെ കഴിയുമ്പോൾ നമ്മൾ അരൂര് കഴിയും. അരൂര് എറണാകുളം എത്തും. അങ്ങനെ അവസാനത്തെ പില്ലറും കൂടെ കഴിഞ്ഞ് നമ്മൾ എറണാകുളം എത്തി. ഞാൻ പറഞ്ഞോണ്ടല്ലേ നീ അറിഞ്ഞ? നീ കൂർക്കം വലിച്ച് ഉറങ്ങുമല്ലായിരുന്നു. ഞാൻ പറഞ്ഞോണ്ടല്ലേ അറിഞ്ഞ? നീ കൂർക്കം വലിച്ച് ഉറങ്ങുമല്ലായിരുന്നു. ഗഫൂർക്ക. അങ്ങനെ ഫൈനലി ഞാൻ ഡെന്റിസ്റ്റിനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ജെയിമിയുടെ പല്ല് റെഡി ആവില്ലേന്ന് അറിയാൻ മാത്രം മതി. ബാംഗ്ലൂരിൽ നീ 1 വർഷം വേസ്റ്റ് ചെയ്തതാ, ഇവിടെ വല്ല നടക്കുക? പല്ലാണ് മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം. ആരെങ്കിലും പല്ല് കൊണ്ട് ചെയ്തേക്കണം. എന്നിട്ടല്ലേ നീ എന്ത് അത്രയ്ക്ക് വൃത്തിക്കും ചെയ്തായിരുന്നല്ലോ ആ സമയത്ത്. ഇതാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ, നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു. നീ ആ ടെസ്റ്റ് അമ്മി ഓൾറെഡി നീ കൊളവാക്കി വെച്ചിരിക്കും. ഇതിൽ കൂടെ എന്ത് കൊളവാക്കാൻ? ഇപ്രാവശ്യം പല്ല് റെഡി ആകാൻ പോകട്ടോ. മറ്റേ കളർ സ്കീം ഒക്കെ നോക്കി വന്നില്ല, വെള്ളയും മറ്റേ പച്ചയും മാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കി കണ്ടായിരുന്നല്ലോ. അതിനെ കണക്കല്ലേ ഞാൻ ചോദിക്കട്ടെ, മോന്റെ പല്ല് എന്താ പ്രശ്നം? ഇപ്പൊ പല്ല് കുറച്ച് പൊന്തിരിക്കുക പൊക്കത്തോട്ടുള്ളത്. അതാണ് പ്രശ്നം. അത് നല്ലതായിട്ട് പല്ല് കേൾക്കും, മഞ്ഞിച്ചിരിക്കുന്നു, വായ്നാറ്റം ഉണ്ട്. അതും കൂടെ ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എടുക്കുക ചേട്ടാ. അവർ ശരിയാക്കി തരും. എന്തായാലും ഞാൻ ഈ പല്ലിന്റെ സ്കാൻ എടുത്തിട്ടില്ലേ, അത് അവരെടുക്കുന്നത് അവരെടുത്ത് തരും. അപ്പൊ അവരെടുത്തിട്ടെന്ന് പറയാം. അപ്പൊ അവർ സ്കാൻ എടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ അവസാനത്തെ റിസൾട്ട് അത് നല്ലതാണെങ്കിൽ ഞാൻ ചെയ്യും. ഞാൻ ഓൾറെഡി പലവട്ടം 1-2 വർഷം ഞാൻ പല്ലേ കമ്പിയൊക്കെ ഇട്ടതാ, എനിക്കറിയാം. ചിലപ്പോ മോനെ മതിലി കണ്ടായിരുന്നു എന്താ മതില ഫ്രെയിംസ് കണ്ടായിരുന്നു? ഫ്രെയിംസ് 1-2 അല്ല, എല്ലാ വർഷവും ഓരോരോ സർട്ടിഫിക്കറ്റ് ഇട്ടുണ്ട്. എല്ലാ വർഷവും ഓരോ ഡിഗ്രി എടുക്കുവാണെന്നോ? എല്ലാ വർഷവും ഇരിക്കുമല്ലോ, ചുമ്മാ കിട്ടുമോ ഡിഗ്രി? നമ്മ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഡോക്ടർ ചെയ്യുമായിരിക്കും. MBBS MBBA BCom എല്ലാം എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഉറങ്ങിക്കോ. ഇഷ്ടപ്പെട്ടേ ഉറങ്ങിക്കോ. ഞാൻ ഉറങ്ങി, എന്റെ പല്ല് റെഡി ആക്കിയിട്ട് നമുക്ക് തിരക്ക് കണ്ടാ മോൻ കിടന്ന് ഉറങ്ങുവാണ് ഇവിടെ ബെഡായി അടിക്കുന്നു. തിരക്കടാ എന്ന് പറഞ്ഞ് എന്നെ പല്ല് സെറ്റാന്ന് കണ്ടോ മോനെ? നീ അസൂയപ്പെടുമായിരിക്കും. നിനക്ക് കണ്ട് ഡ്രില്ലൊക്കെ ചെയ്യണമെന്ന് പറയുന്ന കേട്ടല്ലോ. അതൊക്കെ കുഴപ്പമില്ല. നിന്റെ പല്ലിന് മഷീനറി ഒക്കെ വേണ്ടി വരും. അതിവിടെ പ്രശസ്തിയില്ല. സോറി, ഞാൻ മറന്നുപോയി. അറിഞ്ഞില്ല, അതിനകത്ത് വരുന്ന പോലും ഇല്ല. അങ്ങനത്തെ ഒരു പല്ലില്ലെന്നാണ് അറിയിക്കുന്നത്. ആ മഞ്ഞപ്പൊടി വെച്ചാണ് പല്ലേക്കുന്നത്. മഞ്ഞപ്പൊടി മഞ്ഞളോ ചെയ്യുന്നത്? അതെ, മഞ്ഞൾ വെച്ചാണ് പല്ലേക്കുന്നത്. മഞ്ഞളിൽ ആരംഭിക്കണം. മഞ്ഞൾ ഏതല്ല, എനിക്ക് തോന്നുന്നു മോൻ മഞ്ഞൾ വെച്ച് പല്ലേക്കുന്നത്. ഇത്ര മഞ്ഞപ്പല്ല് ലൈവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ സ്ക്രീനിൽ മഞ്ഞപ്പ് എന്നെ അടിച്ച പോലെ ഉണ്ട്. ഏകദേശം കംപ്ലീറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ ഉള്ളൂ. ഇല്ല, സംഭവം നല്ല അഡ്വാൻസ് ആണ്. 1 സെക്കൻഡ് മതി അതിൻ്റെ സംഭവത്തിൻ്റെ കറക്റ്റ് ഫോട്ടോ കിട്ടാൻ.
ഉറങ്ങിയായിരുന്നോ? അപ്പർ ജോ ആയിട്ടുള്ളൂ, ഇനി ലോവർ ജോ കൂടെ ഉണ്ട്. മോൻ എന്ത് വിചാരിച്ചു തീർന്നു? അപ്പോൾ എൻ്റെ സ്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. നീ ജെയിൻ്റെ താഴെ കിടക്കുക. ഇനി മോനെ എൻ്റെ വീട്. നീ പലവട്ടം ഇങ്ങനെ ഡെന്റിസ്റ്റിനെ കിടന്നിട്ട് നീ തീരുമാനമാക്കിയിട്ടില്ല. ഇപ്രാവശ്യം തീരുമാനമാകണം. ലക്ഷങ്ങൾ പോകുമ്പോൾ എന്താ ലൈനറൊക്കെ നിന്റെ പറ്റി പറ്റുമെന്ന് പോലും നമുക്കിപ്പോൾ അറിയാം. ഡയമണ്ട് പ്ലേറ്റഡ് ആണ്. മോൻ കണ്ടിട്ടുണ്ടെന്ന് നിന്റെ കൊള്ളാം. മാറിപ്പോ ഇപ്പം ഡോക്ടറെ കാണിക്കാൻ പോകുന്ന എൻ്റെ പല്ലിൻ്റെ 3D സ്കാൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നേരത്തെ ഇപ്പോൾ ഉള്ള ബൈറ്റ് ഇങ്ങനെയാണ്. അത് ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാണിക്കാൻ പോകും. അങ്ങനെ നിങ്ങൾക്ക് കാണാം പൊക്കത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് കൂടുതലാണ് എനിക്ക്. ആ താഴത്തെ പല്ലുമായിട്ട് കുറച്ച് പൊക്കത്ത് ഗ്യാപ്പുണ്ട്. അർജുൻ്റെ പല്ലിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് മുമ്പിലത്തെ പല്ലുകൾ കൂടുതലായിട്ട് മുന്നോട്ട് തള്ളിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതുപോലെ അടിയിൽ ഓൾറെഡി 2 പല്ലെടുത്ത് ക്ലിപ്പ് ഇട്ടിട്ടുള്ള ആളാണ്. 3-4 വർഷത്തിന് മുമ്പായിട്ട് ക്ലിപ്പ് ഇട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അടിയിൽ നമുക്ക് കാണാം 2 പല്ലെടുത്തു, അവിടെ പല്ലകത്തേക്ക് പോയിരിക്കുന്നു. പക്ഷെ മുകളിൽ പല്ല് മുമ്പോട്ട് തള്ളി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുകളിൽ IPR എന്ന് പറയും. പല്ലുകളുടെ ഇടയിൽ ചെറിയ ഗ്യാപ്പുകൾ മുകളിലെ പല്ലുകൾ ഉണ്ടാക്കിയിട്ട് പല്ലുകൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം പല്ലുകൾക്കിടയിൽ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവുന്നു, പല്ലുകൾ അകത്തേക്ക് കയറി പോകുന്നതായിട്ട് കാണാം. ഓക്കെ. മുകളിൽ മാത്രമാണ് പല്ലുകൾ അകത്തേക്ക് പോകേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് മുകളിൽ പല്ലുകൾ അകത്തേക്ക് പോകും. അടിയിൽ ചെറിയ ഗ്യാപ്പുകളുള്ളത് അടച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അലൈനേഴ്സ് ഉപയോഗിച്ച്. പൊക്കത്തെയും താഴത്തെയും പല്ലിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് ചെറുതായിട്ട് പൊക്കത്തെ പല്ലിനല്ലേ ട്രിം ചെയ്യും, അതിൻ്റെ സൈസ് ചെറുതാക്കും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കുറച്ചുകൂടി താഴത്തോട്ടാക്കുന്നത് ഏതാ കാണുന്നത്. അതിങ്ങനെ ഇത്രയെങ്കിലും താഴെ. പിന്നെ ഈ താഴത്തെ പല്ലിന് ജസ്റ്റ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതും കൂടിയാണ്. 3D ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഫൈനൽ റിസൾട്ട് എങ്ങനെയായിരിക്കും. ഞാൻ നേരത്തെ ബ്രേസസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ എനിക്ക് ബ്രേസ് ഇടാൻ താല്പര്യമില്ല. ബ്രേസ് ആണെങ്കിൽ കുറേയേറെ പൊക്കത്തെ പല്ല് താഴത്തോട്ട് പോകും. ആയിട്ട് പിന്നെ അതിന് കുറച്ചുകൂടി ബ്രേസ് ഇട്ടുണ്ട് അറ്റ്ലീസ്റ്റ് 2-3 വർഷമെങ്കിലും പിടിക്കും. നേരത്തെ 2 വർഷം പിടിച്ചതാണ്. അപ്പോൾ ഇനി 2-3 വർഷം പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ കമ്പിയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അലൈനേഴ്സ് ആകുമ്പം ഒട്ടും കാണത്തില്ല. പിന്നെ ഇത് പെട്ടെന്ന് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് 15 മിനിറ്റിൽ ഇവർ ചെയ്ത് തരും. പിന്നെ ഇവർ തന്നെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അലൈനേഴ്സ് ഇന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിനെക്കാട്ടിലും പെട്ടെന്ന് ചികിത്സയും തീരുക. ഇത്ര 2 വർഷം ഒന്നും എടുക്കത്തില്ല, 1 വർഷത്തിന് അടിയിൽ എടുക്കത്തുള്ളൂ. അപ്പോൾ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുക മോസ്റ്റ്ലി ചെയ്യുന്നതിന് എനിക്കും തോന്നുന്നു. ജെയിംബിയുടെ പല്ല് രണ്ടും കൂട്ടിമുട്ടുന്നുള്ളത് അത് ചെറുതായിട്ട് അവൻ പല്ല് ഉരച്ചൊരച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. അടിയിൽ നമ്മൾ IPR ചെയ്ത് അടിയിലെ പല്ലുകൾ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അതോടൊപ്പം മുകളിലെ പല്ലുകൾ അടിയിലോട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ വിസിബിലിറ്റി കൂടും. മെയിനായിട്ട് വിസിബിലിറ്റി കറക്ഷനാണ് ഇതിൽ വരുന്നത്. പിന്നെ ബൈറ്റ് കറക്ഷൻ. യെല്ലോ കളർ പല്ല് എന്ന് പറയുന്നത് നിലവിലുള്ള കണ്ടീഷനാണ്, പല്ലിൻ്റെ പൊസിഷനാണ്. അത് കുറച്ചുകൂടി ഏകദേശം ഒരു 2 mm നമ്മൾ അടിയിലോട്ട് കൊണ്ടുവന്ന് എക്സ്ട്രൂഡ് ചെയ്തുകൊണ്ട് അലൈനസ് ഉപയോഗിച്ച് എക്സ്ട്രൂഡ് ചെയ്തുകൊണ്ട് ചിരിക്കുമ്പോൾ പല്ലുകളുടെ വിസിബിലിറ്റി കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നായിരുന്നു എൻ്റെ പല്ല്. നീ ഇട്ടാൽ മാത്രം മതി. എത്ര നാളത്തേക്കുണ്ട്? ഇതിപ്പോൾ 1 മാസത്തേക്കാണ് ഉള്ളത്. ഇനി അടുത്തത് ഒന്നെങ്കിൽ കൊറിയർ ചെയ്ത് തരാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടോ. 2 ആഴ്ച കൂടുമ്പോൾ ഓരോ അലൈനേഴ്സ് ഉപയോഗിക്കാം. സ്റ്റേജ് 1 എന്ന് പറയുന്നത് 2 ആഴ്ചത്തേക്ക്, സ്റ്റേജ് 2 അടുത്ത 2 ആഴ്ച, അങ്ങനെ പല സ്റ്റേജുകളുണ്ടാവും. ഇതിനകത്തൊക്കെ 2 സെറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ മുകളിലും അടിയിലും കൂടി ചേർത്ത് 4 അലൈനേഴ്സ് ഉണ്ട്. ഇതിപ്പോ ഈ അലൈനർ ഞാൻ അടുത്ത 1 മാസത്തേക്കുള്ളതായിട്ടാണ്. എന്റെ പല്ലിയ നിലവിൽ ഇറങ്ങി നോക്കില്ല ഇതുവരെയായിട്ടും. അതായത് ഇത് വെക്കുമ്പോൾ നോക്കാൻ ഉദ്ദേശിക്കുക. എല്ലാം പെട്ടെന്നായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പെയിൻ ഒന്നും ഇല്ല ചെയ്യുന്നത്. അവസാനം നിങ്ങളുടെ പല്ല് ചെറുതായിട്ട് നാക്കുവെച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവും, പക്ഷെ ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അലാറം ഇവിടുന്ന് വെച്ചിട്ട് തന്നെ പോകാം നമുക്ക്. ഇതാണ് ഇപ്പൊ വെക്കേണ്ടത്. ഒരു 2 ആഴ്ചയല്ലേ? ഇതിപ്പോ 2 ആഴ്ചത്തേക്കുള്ളതാണ്. അലാറം കിട്ടാൻ സമയം എടുക്കുന്ന വിചാരിച്ചു. ഇതിപ്പം വന്ന് രാവിലെ വണ്ടി വാങ്ങി ഇത് കാണാം എൻ്റെ പല്ലിനകത്ത്. ഇത് ചെറിയൊരു ലിസ്പ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അത് ഇട്ട് ശീലഭാഗത്തിൻ്റെ കുറച്ച് ടൈറ്റാ. നല്ല താഴാൻ വേണ്ടിയാണെന്ന്. കുഴപ്പമില്ല, കണ്ടിട്ട് തോന്നുന്നില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് അറിയത്തില്ല, ഞാൻ കമ്പിടുന്നേക്കാട്ടി നല്ലതാ കേട്ടോ അറിയുന്നത്. എൻ്റെ പല്ല് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ വന്നാൽ ഞാൻ അമ്മയുടെ കാലൊടിഞ്ഞെന്ന് തോന്നുന്നു. നേരത്തെ പ്ലാസ്റ്റർ മാത്രമായിരുന്നല്ലേ? അല്ല, നേരത്തെ ബാൻഡേജ് മാത്രമായിരുന്നല്ലോ, പ്ലാസ്റ്റർ എങ്ങനെയായി? അയാളോട് പോയി. അച്ഛനവിടെ? അയാളവിടെ പോയെന്നോ? അച്ഛനുണ്ടായിരുന്നു. കൊള്ളാം. അച്ഛനെവിടെ? അച്ഛനവിടെ നിന്നിട്ട് അങ്ങോട്ട് വെള്ളം കുടിക്കാൻ പോയാൽ ഇപ്പൊ എന്തായാലും ടാക്സി ബുക്ക് ചെയ്യാം. വീട്ടിലോട്ട് ചെല്ലേ, ഇവിടെ സമയം എടുക്കും. ഇവിടെ
ടാക്സി പിടിച്ചതല്ല, പിന്നെ എന്ത് ചെയ്യാൻ? അനിയൻ്റെ ഇപ്പോഴും ആയിട്ടില്ല, അവൻ്റെ ഇപ്പോൾ ആകും. എന്തായാലും ഞാൻ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി വരുമ്പോൾ അമ്മ അച്ഛനും പൊക്കോളൂ. ഇപ്പം ഒരു 10 മിനിറ്റ് ദൂരമാണെന്ന് വണ്ടി. ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മയുടെ കാല് ഒടിഞ്ഞതല്ല, അതിന് എല്ല് പൊടിയുന്നു. എല്ല് പൊടിയുന്നു. തങ്ങയുടെ അവിടെ എല്ലിൻ്റെ മേളിൽ അത് 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, നേരെ ശരിയാവും. അത് ഇരുന്ന് പേരൊക്കെ കഴിക്കുന്നു കൊച്ചു വാവ കാല് പിടിച്ചിട്ട്. അമ്മയുടെ കാല് ഒടിഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ 8 പല്ലാണ്. 8 പല്ല് എടുത്തില്ല, 8 പല്ല് ചെറുതാക്കി. ഇപ്പം ഞാൻ അതോട്ട് പോകട്ടെ, അമ്മ വണ്ടിയിൽ പോരും. ടാക്സി വന്നിട്ട് അമ്മ പൊക്കോളും, എന്നെ അകത്തോട്ട് വിളിക്കുന്നു പല്ലിന്. പൊക്കോ കേട്ടോ അമ്മ. ഗൈസ്, അപ്പം JMBയുടെ പല്ല് കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ പല്ല് കഴിഞ്ഞിട്ടുണ്ട്. ബ്രോ നമ്മളിപ്പോൾ കൊണ്ടുപോയി ആക്കും കേട്ടോ. ഇവിടം വരെ കൊണ്ടുവന്ന ബ്രോവാണ്. നമ്മുടെ വണ്ടി വേറെ സ്ഥലത്ത് കിടക്കും, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും വീട്ടിലോട്ട് ഇറങ്ങട്ടെ. ഇന്നലത്തെ ബ്ലോഗ് എഡിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല, അപ്ലോഡും ആയിട്ടില്ല. അപ്പോൾ അത് വീട്ടിലെത്തിയിട്ട് വേണം എഡിറ്റ് ചെയ്യേണ്ടത്. പിന്നെ വരാൻ കഴിക്കുകയും ചെയ്യണം. ഇതിട്ടുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഊരിയിട്ട് പിന്നെ കഴിക്കണം, പിന്നെ കഴുകിയെടുത്ത് പിന്നെ വെക്കണം. നിന്റെ പല്ലിന് അതേ സ്ഥിതി തന്നെയാ, നോക്കി കണ്ടും ചെയ്താൽ നിനക്ക് പല്ല് വല്ലതും കാണും മോന്തക്കകത്ത്. പറ്റുന്നില്ലേ? രാവിലെ എത്ര മണിക്കൂറായി? 12 മണിക്ക് കൂടുതൽ സമയമായെന്ന് തോന്നുന്നു കേട്ടോ. രാവിലെ ഇറങ്ങിയതാ, രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാ. ദൈവമേ, ഇപ്പൊ 10:30 കഴിഞ്ഞ് 11 മണി രാത്രി ആറായി. 11 മണി രാത്രി. ഒന്നും കഴിച്ചിട്ടുമില്ല, ജിമ്മിനും പോയിട്ടില്ല, ബൾക്ക് ഷോക. ഇനി പല്ല് വേദന വേറെ എന്തായാലും എടുക്കും. ഒരു മനുഷ്യരുടെ എടുക്കുക. എന്താ ഒരു മനുഷ്യരുടെ എടുക്കുക. നീ അത് സംസാരിക്കാൻ പഠിക്കണം, ഒരു മനുഷ്യരെ എടുത്താൽ മതി. കുറച്ച് ഇതാവത്തേ ഉള്ളൂ, പക്ഷെ വേദന എടുത്തില്ല. അപ്പൊ പിന്നെ എന്തായാലും ഈ പല്ലിപ്പോ സൈഡിൽ ഇങ്ങനെ ചെത്തി ട്രിം ചെയ്ത് എടുത്തിരിക്കുന്നോണ്ടല്ലേ സെൻസിറ്റിവിറ്റി വരുവാ ഇല്ലേന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഡോക്ടർ വരത്തില്ലെന്നാ പറഞ്ഞ, എന്നാലും ചെറിയ ഡൗട്ട്. എന്തായാലും നമുക്കറിയാം, കുറച്ച് ദിവസം ഡൗട്ട് വെച്ചോട്ടെ. എന്താ ഡോക്ടറെ അടുത്തല്ലേ പോയി, ബാർബറിന്റെ അടുത്തല്ലോ ട്രിം ചെയ്യാൻ. കൊള്ളായിരുന്നു, എടുത്ത് വീഴുന്നു. അത് കൊള്ളായിരുന്നല്ലേ? അതിന്റെ അല്ല, ഈ 35 പോകുന്ന നിർത്താവ. 1/2 മണിക്കൂർ മുമ്പേ എത്തുന്ന സ്ഥലമായിരുന്നു. നീ പറഞ്ഞ 1 മണിക്കൂർ മുമ്പേ ഇറങ്ങാൻ ഞാൻ അല്ലേ? അല്ല, അണ്ണൻ പതിയെ ഒരു ട്രക്കിനെ പിടിച്ച് അതിന് പുറകെ പൊക്കോണ്ടിരിക്കുക. വെളിച്ചം എന്ന് പറയുന്നേലേ വണ്ടിക്ക് പല കാണല്ലോ. തമിഴ്നാട്ടിലോട്ട് പോവാന്റെ പറയേ, അങ്ങോട്ട് തമിഴ്നാട് അല്ല. അപ്പൊ നമ്മൾ ആലപ്പുഴ എത്തി. വീട്ടിൽ പോയിട്ട് കാര്യമില്ല, അമ്മച്ചനെ കിടന്ന് കാണും. അപ്പൊ നമുക്ക് ആഹാരം കഴിച്ചിട്ട് പോകാന്ന് വിചാരിക്കുക. പക്ഷെ തണുത്തതാ ചൂടാ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ഡൗട്ട് ഉണ്ട്. അതിനകത്തൊരു വടി തന്നിട്ടുണ്ടല്ലോ അതിനകത്ത്, ആ ബോക്സിനകത്ത്. ഓ, അത് വെച്ച് വരാൻ പറ്റത്തുള്ളൂ. ഞാൻ കൈ വെച്ച് വരാൻ നോക്കുമായിരുന്നു. അകത്തുനിന്ന് ഒരു സൈഡ് വെച്ച് ചെയ്യ്. ഇന്ന് ഒടിക്കുക. ഇപ്പൊ തന്നെ വല്ല ഒടിക്കുക. എന്നാലും ഇത് ഞാൻ ഊരട്ടാ. നമ്മൾ രണ്ടുപേരും കൂടി ഊരിക്കളിക്കുവാണ് അവളെ. ഞാൻ എന്തായാലും ഊരിയിട്ട് ഇപ്പൊ അതോട് പോട്ടെ. ഞാൻ ഊരി കേട്ടാ. നിങ്ങളുടെ പല്ല് കണ്ടില്ലല്ലോ എങ്ങനെ ഉണ്ടെന്ന്. വേദന എടുക്കും ഊരാൻ നേരത്ത്. നല്ല ഇവനിപ്പോ ഒരു ഊരാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എന്തായാലും നല്ല കഴിച്ചിട്ട് വരാം. ഊരി പല്ല് പോകുമ്പോ ഉണ്ടാകുന്ന ദൈവത്തിന് അറിയാം. ഞാൻ അവിടുത്തെ പല്ലും കൂടി ഊരിക്കളഞ്ഞു തോന്നുന്നു. പോയി നോക്കണം കണ്ണാടിയിൽ. മാറിക്കാൻ ഇറങ്ങും. ചായ കുടിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാ മധുരമുള്ള ചായ പറഞ്ഞേ, കണ്ണിന്ന് വെള്ളം വീണ ഉപ്പുരസമായി. വേണ്ട, നല്ലതായിട്ട് ഹാർഡൊന്നും എടുത്തില്ല കേട്ടോ. റൈസ് മേടിച്ചിട്ടുണ്ട്, കഴിക്കാൻ പറ്റാൻ നോക്കട്ടെ. കുറച്ച് വേദന ഉണ്ട്, പല്ല് വലിയുന്നതുകൊണ്ടല്ലാതെ. ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് പേടിയുണ്ടായിരുന്നു കഴിക്കാൻ. വല്ലതും തോന്നുവാന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഒന്നും സീനില്ല. പക്ഷേ ഇപ്പം ആ പല്ലിട്ടുള്ള പ്രഷർ ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം ആ വേദന ഓക്കെ ആകണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഫുഡൊന്നും കഴിച്ചില്ല. ഇന്ന് ഫുഡ് കുറവാണ്. എന്താണ് കുലുക്കി ഓടിക്കുന്നത്? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.